അപ്പൊ ഇതിനകത്ത് സ്പാമിംഗ് എന്ന് പറയുന്നത് തുടങ്ങുവാണ്. നമ്മൾ നേരത്തെ വിഷിംഗ് എന്നൊക്കെ കുറെ പറഞ്ഞു. ഇനി അടുത്തത് സ്പാമിംഗ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെസ്സേജിംഗ് സിസ്റ്റം ഈസ് യൂസ്ഡ് ടു സെൻഡ് ദി മെസ്സേജസ്. അവിടെയാണ് സ്പാമിംഗ് നടക്കുന്നത്. അപ്പൊ അത് ഇമെയിൽ വഴിയാകാം, SMS വഴിയാകാം, ബ്ലോഗ് വഴിയാകാം, വെബ്സൈറ്റ് വഴിയാകാം. ഇത് ശരിക്കും സ്പാം മെയിൽസ് അഡ്വർടൈസേഴ്സ് ശരിക്കുമുള്ള യൂസ് എന്ന് പറയുന്നത് യൂസ്ഡ് ബൈ അഡ്വർടൈസേഴ്സ് ആണ്, കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് മെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ക്രിമിനൽസ് ഇത് യൂസ് ചെയ്യുന്നത് മാൽവെയർ ആയിട്ട് യൂസ് ചെയ്യും ആൻഡ് ടു ലോഞ്ച് ദി അറ്റാക്സ്. അപ്പൊ ഇത് ഓപ്പൺ ആക്കുമ്പോൾ അറ്റാക്ക് ഓപ്പൺ ആവും, എന്നിട്ട് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യും. And it will impact the users through the time waste, productivity loss and network congestion. സ്പാം ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സ്പാമേഴ്സ്. അതായത് ഇങ്ങനെ ഈ തെറ്റായ വഴി സ്പാം ചെയ്യുന്ന ആൾക്കാരെയാണ് സ്പാമേഴ്സ് എന്ന് പറയുന്നത്. ദ കോമൺ ടൈപ്പ് ഓഫ് സ്പാം എന്ന് പറയുന്നത് ഇമെയിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതൊക്കെ. എന്തുകൊണ്ടാണ് സ്പാം ഡേഞ്ചറസ്? ബിക്കോസ് ഇറ്റ് ഈസ് സ്പ്രെഡിങ് ദ വൈറസ്. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്കിന് വേണ്ടി സ്പാം യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ലീഡ്, ഇവിടെ ഒരാളുടെ ഐഡന്റിറ്റി തെഫ്റ്റ് സംഭവിക്കും, ഓൺലൈൻ ഫ്രോഡ്, എക്സ്റ്റോർഷൻ ആൻഡ് അതർ സൈബർ ക്രൈം വിൽ ടേക്ക് പ്ലേസ്. ദെൻ സൈബർ സ്റ്റോക്കിംഗ് ആൻഡ് ഓൺലൈൻ ഹറാസ്മെന്റ്. സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കാര്യം വരുന്നുണ്ട്, സൈബർ സ്റ്റോക്കിങ്ങും ഡിഫേമേഷനും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കേൾക്കുമ്പോൾ ഒരേപോലെ ഇരിക്കും. ബട്ട് സൈബർ സ്റ്റോക്കിംഗ് മീൻസ് it is the use of digital technology to harass, threaten or monitor a person. എന്താണ്? Repeatedly harass, threaten or monitor. But in the case of defamation, it is the intentional spreading of false statement. ഒരാളെ പറ്റി ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കുന്നതിനെയാണ് ഡിഫേമേഷൻ എന്ന് പറയുന്നത്. പക്ഷെ സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരാളെ അപ്പൊ ഇവിടെ ഡിഫേമേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റൻഷണൽ സ്പ്രെഡിങ് ഓഫ് ദ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്, ഒരാളെ പറ്റി അപകീർത്തി പറഞ്ഞു പരത്തുന്നതിനെയാണ് ഡിഫേമേഷൻ എന്ന് പറയുന്നത്. അയാളെ അപ്പം ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, ഒരാളെ റിപ്പീറ്റഡ് ആയിട്ട് മോണിറ്റർ ചെയ്ത, അയാളെ ഹറാസ് ചെയ്ത്, ഇപ്പൊ നമ്മൾ പബ്ലിക്ലി ഹറാസ്മെന്റ് അല്ല കേട്ടോ. ഇവിടെ അയാളെ ത്രെട്ടൻ ചെയ്യുക, അയാളെ മോണിറ്റർ ചെയ്ത് അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അയാളെ ഹറാസ് ചെയ്യുക, അയാളെ ത്രെട്ടൻ ചെയ്യുക, ഇതൊക്കെയാണ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. അയാളുടെ ഐഡന്റിറ്റി മിസ്യൂസ് ചെയ്യുക. These are all cyber stalking. Stalkers may hide or fake their identity. എന്തിനാ? To gain the trust. നമ്മൾ ആദ്യം പറ്റിക്കും, എന്നിട്ട് നമ്മുടെ വിശ്വാസം നേടും, എന്നിട്ട് നമുക്കെതിരെ ചെയ്യും. And the harassment may be threat, or it may be a false accusation, or it can be an identity misuse or a sexual solicitation. And it starts online and may escalate into real world harm. Common cyber stalking behavior എന്ന് പറയുന്നത്, it can be an unwanted call ആയിരിക്കാം, ഇൻസൾട്ട് ആയിരിക്കാം, ഗ്രൂപ്പ് ഹറാസ്മെന്റ് ആയിരിക്കാം, കണ്ടിന്യൂസ് ഇന്റിമിഡേഷൻ ആയിരിക്കാം. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈബർ സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്? ഇമെയിൽ വഴി, വെബ് വഴി, കമ്പ്യൂട്ടർ വഴി. Defamation and cyber defamation. Defamation is the intentional spreading of false statement that harm a person's reputation. Cyber defamation. Defamation carried out using computers, the internet or digital platform. It includes posting false or abusive content on the other person's website. Essential elements എന്ന് പറയുന്നത്, ആദ്യം information is shared with others, and it will produce the statements which refers to a specific person, and it will harm the person. ഇത് വെബ്സൈറ്റ് വഴി, സോഷ്യൽ മീഡിയ വഴി ഒക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് അതിന്റെ രണ്ട് ടൈപ്പ് എന്ന് പറയുന്ന ലൈബലും സ്ലാൻഡറും ആണ്. റിട്ടൺ ഡിഫമേഷൻ ആണ് ലൈബല്, സ്ലാൻഡർ എന്ന് പറയുന്നത് സ്പോക്കൺ
ഡിഫേമേഷൻ ആണ്. പോണോഗ്രാഫിക് ഒഫൻസസ് എന്ന് പറയുന്നത് ചൈൽഡ് പോണോഗ്രഫി, കുട്ടികളുടെ വീഡിയോസ് എടുക്കുക, കുട്ടികളെ ഹറാസ് ചെയ്യുക, എന്നിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അവരുടെ വീഡിയോസ് എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ അങ്ങനെയുള്ള മെറ്റീരിയൽസ് പ്രൊമോട്ട് ചെയ്യുക, അതൊക്കെ ഒഫൻസിന്റെ അടിയിൽ വരും. ഇറ്റ് ഈസ് എ സീരിയസ് സൈബർ ക്രൈം അഫക്റ്റിംഗ് ദ ചിൽഡ്രൻ ഓഫ് ഓൾ ഏജസ് ഇൻക്ലൂഡിങ് ഇൻഫൻസ്. ആൻഡ് ഇറ്റ് ഈസ് എനേബിളിംഗ് ബൈ ദ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഡിവൈസസ്, ഇതിലേക്കുള്ള ആക്സസ് നമുക്ക് എളുപ്പമായതുകൊണ്ടാണ്. നമ്മുടെ അശ്രദ്ധ മൂലവും ഇങ്ങനെ സംഭവിക്കാം. ആൻഡ് ഇറ്റ് മേ കോസ് സിവിയർ ഫിസിയോളജിക്കൽ ഹാം, സൈക്കോളജിക്കൽ ഹാം, ആൻഡ് ഇറ്റ് വിൽ ബി അഫക്റ്റിംഗ് ദ സൊസൈറ്റി. ഇതാണ് മെത്തേഡ്സ്. ഇറ്റ് വിൽ ഗീവ്, ആദ്യം കുട്ടികൾക്ക് ഗിഫ്റ്റും ഒക്കെ ഓഫർ ചെയ്യും. then it will and then they will force the children into act, and then they will ask for the money, and they will use the recorded videos to threaten the victims, and they use the chat or messaging apps to build the trust. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ്. ഇതിനെ പറയുന്ന പേരാണ് സെഡക്ഷൻ, കൊയേർഷൻ, പേയ്മെന്റ്, ബ്ലാക്ക് മെയിൽ, ഓൺലൈൻ ഗ്രൂമിങ്. അപ്പൊ ഇതുകൊണ്ടുള്ള റിലേറ്റഡ് ഒഫൻസ് എന്ന് പറയുന്നത് the secretly watching or recording the others for sexual pleasure, then it may lead to the physical abuse also, online grooming and cyber sex. ഇതൊക്കെ ഇതിന്റെ അടിയിൽ വരുന്നതാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ്. ഡിജിറ്റൽ മീഡിയ വഴിയോ, ഇമെയിൽ വഴിയോ, വെബ്സൈറ്റ് വഴിയോ, വീഡിയോ വഴി, ബുക്സ്, ഇമേജസ്, ഇതെല്ലാം ഇതിനകത്ത് റെസ്ട്രിക്റ്റഡ് ആണ്. അടുത്ത നമ്മൾ സൈബർ ക്രൈമിലേക്ക് പോവുകയാണ്. അപ്പൊ നമ്മൾ ഡിഫേമേഷൻ പഠിച്ചു, സൈബർ സ്റ്റോക്കിംഗ് പഠിച്ചു, പോണോഗ്രാഫിക് വീഡിയോസ് പഠിച്ചു, അതിന്റെ അബ്യൂസും ഒഫൻസസും പഠിച്ചു, സ്പാമിങ് പഠിച്ചു. ഇനി സൈബർ ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. നമ്മൾ ഇത്രയും നേരം സൈബർ ക്രൈം 4 രീതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ, സൈബർ ക്രൈം എഗെയിൻസ്റ്റ് സൊസൈറ്റി, സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ഓർഗനൈസേഷൻ, സൈബർ ക്രൈം എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി. അടുത്തത് സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ദ പ്രോപ്പർട്ടി. എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. എന്തിനാണ്? നമ്മളെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് മിസ്യൂസ് ചെയ്ത് അൺഓതറൈസ്ഡ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ സാധാരണ ഓൺലൈൻ ആയിട്ടും നടക്കും, ഓഫ്ലൈൻ ആയിട്ടും ഇത് നടക്കും. എന്ത് പറ്റി? നോട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ. ഇത് ഷെയർ ചെയ്യാം. ഇതിനകത്ത് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ഉള്ളത്. ഇത് ഷെയർ ചെയ്യാം കേട്ടോ. ഒരു 31 പേജ് ഉണ്ടായിരുന്നില്ല, അതിനകത്ത് ഇതില്ല. ഇതൊന്നുമില്ല. എല്ലാം തരും, പഠിച്ചാ മതി. ആദ്യത്തെ മൊഡ്യൂളിന്റെ PPT ഷെയർ ചെയ്തായിരുന്നില്ലേ പിള്ളേരെ? ഒരു നോട്ട് ഷെയർ ചെയ്തായിരുന്നു. മൊഡ്യൂൾ 1ന്റെ PPT അതല്ല, അല്ലല്ല, മൊഡ്യൂൾ 1ന്റെ PPT ഷെയർ ചെയ്തായിരുന്നോ? ഒരു 115 പേജുള്ളതാണോ മാം? അത് തന്നെ. അത് ഷെയർ ചെയ്തില്ലേ? അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വേറെ കറക്ഷൻസ് ഒന്നുമില്ലല്ലോ? പ്രിന്റ് എടുത്തോ. ഓക്കെ. ഇതിനകത്ത് ഇനി ചിലപ്പോൾ ചേഞ്ചസ് വരും. ഞാൻ ഇപ്പൊ ഷെയർ ചെയ്തിടാം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ പ്രിന്റ് എടുക്കണ്ട, കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ. അടുത്തത് സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ദ പ്രോപ്പർട്ടി. ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്. ഇറ്റ് ക്യാൻ ഓക്കർ ഇൻ ദ ഫിസിക്കൽ. നിങ്ങൾ പ്രിന്റ് എടുക്കുമ്പോൾ 4 PPT 4 സ്ലൈഡ് ഒരു പേപ്പറിൽ വരത്തക്ക രീതിയിൽ പ്രിന്റ് എടുത്താൽ മതി കേട്ടോ. അങ്ങനെയൊക്കെയല്ലേ എടുക്കുന്നേ? ഓക്കെ. ദ സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ദ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ്. ഞാൻ കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ. ഓക്കെ. അടുത്തത് ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ് ആണ്. ഇറ്റ് ഈസ് ആൻ ഇന്റൻഷണൽ ഡിസെപ്ഷൻ ടു ഗെയിൻ ദ അൺഓതറൈസ്ഡ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്. ലേറ്റ് ആയിട്ട് വരുന്നവരെ ഇനി നമുക്ക് എൻ്റർ ചെയ്യിപ്പിക്കണം കേട്ടോ.
നമുക്ക് എന്നിട്ട് അവരുടെ അറ്റൻഡൻസ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ. It can occur in the physical world. Then earlier detection was difficult. Now it is automated system. ഇത് ബാങ്ക്, മെർച്ചന്റ്, കസ്റ്റമേഴ്സ് ഇവർക്കൊക്കെ അഫക്റ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ കോസ് ഹ്യൂജ് ഫിനാൻഷ്യൽ ലോസ്. കാർഡ്സ് സ്റ്റോൾ ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് കാർഡ്സ് ഉണ്ടാക്കുക. Then card skimming എന്ന് പറയുന്ന property process. It is the method of illegal copying of data from cards magnetic stripe. Fake ATM, hidden cameras, readers to capture the card details. Intellectual property crimes. Intellectual property crimes refers to intangible creation of the human mind, such as invention, software, designs, music, trademarks, and publication. What is IP crime? Illegal use, theft, or infringement. It includes copyright infringement, patent violation, trademark misuse. ഇതെല്ലാം IP-നെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. കോമൺ IP തെഫ്റ്റ് ഇതൊക്കെയാണ് കോപ്പിറൈറ്റ്, ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി. ദെൻ സൈബർ ക്രൈം അഗെയിൻസ്റ്റ് ഓർഗനൈസേഷനിലാണ് ബേസിക്കലി പാസ്വേഡ്. അവരുടെ പാസ്വേഡ് അവരുടെ എല്ലാ ഡേറ്റയും ഒരു കോമൺ ഡേറ്റാബേസിലായിരിക്കും കിടക്കുക. അപ്പൊ അതിൻ്റെ ഒക്കെ ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പാസ്വേഡ് അറിഞ്ഞിരിക്കണം. അപ്പൊ അവിടെ പാസ്വേഡ് സ്നിഫിംഗ് ആണ് കോമൺലി നടക്കുന്നത്. ക്യാപ്ചർ ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. Then it happened in early 1990s, and how it works is ഇപ്പൊ ഇത് വളരെ എന്താ പറയുക ലെസ് കോമൺ ആണ്, ബിക്കോസ് എൻക്രിപ്റ്റഡ് പാസ്വേഡ്സ് ആണ് സെൻഡ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഈ അറ്റാക്കർ കമ്പ്യൂട്ടറിന്റെ ലോക്കൽ നെറ്റ്വർക്കിൽ ഒരു ആക്സസ് ഗെയിൻ ചെയ്യും. എന്നിട്ട് ഒരു പാസ്വേഡ് സ്നിഫർ ടൂൾ ഈസ് ഇൻസ്റ്റാൾഡ് ആൻഡ് ഇറ്റ് വിൽ എക്സ്ട്രാക്ട് ദ ലോഗിൻ ഡീറ്റെയിൽസ്. ആൻഡ് it works mainly on the protocols which are not encrypted. Encrypt ചെയ്യാത്ത പാസ്വേഡ്സിലാണ് ഇത് കോമൺലി വർക്ക് ചെയ്യുന്നത്. അല്ലാത്തതിൽ പാടാണ് കിട്ടാൻ. ഡിനയൽ ഓഫ് സർവീസ് അറ്റാക്ക് എന്ന് പറയുന്നത് ദ സിസ്റ്റം ഓർ നെറ്റ്വർക്ക് ഈസ് മെയ്ഡ് അൺഅവൈലബിൾ ബൈ ഓവർലോഡിങ് ഇറ്റ് വിത്ത് റിക്വസ്റ്റ്. അതായത് കുറേ റിക്വസ്റ്റുകൾ നമ്മൾ നെറ്റ്വർക്കിലേക്ക് അങ്ങ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്ത് പറ്റും, ലെജിറ്റിമേറ്റ് യൂസേഴ്സോ അത് ഏറ്റവും ആവശ്യമുള്ള യൂസേഴ്സിന് ഇത് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. And so what happens, it is making use of the CPU resources, too much memory and bandwidth. Then it will prevent the normal activities. അതായത് നമുക്ക് നമ്മുടെ നോർമൽ ആക്ടിവിറ്റീസ് എപ്പോഴും നെറ്റ്വർക്ക് ട്രാഫിക് അങ്ങ് കൂട്ടും. So it uses one to many attack pattern. ഇതിന്റെ പേരാണ് ബഫർ ഓവർഫ്ലോ അറ്റാക്ക് ഈസ് ദെയർ, ഫ്ലഡ് അറ്റാക്ക് ഈസ് ദെയർ. ദെൻ വൈറസ് അറ്റാക്ക് എന്ന് പറയുന്ന ഒരു ചെറിയ സോഫ്റ്റ്വെയർ പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്ത് വേറൊരു സിസ്റ്റത്തിലേക്ക് കടത്തിവിടും. അത് ആ സിസ്റ്റത്തിൽ നിന്ന് അപ്പുറത്തെ സിസ്റ്റത്തിലോട്ട് പാസ് ചെയ്ത് പോകും. പേര് പോലെ തന്നെയാണ്. ഇറ്റ് വിൽ ചേഞ്ച് ദ നോർമൽ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം വിത്തൗട്ട് ദ യൂസേഴ്സ് പെർമിഷൻ ആൻഡ് ഇറ്റ് ക്യാൻ ലീഡ് ടു ദ സിസ്റ്റം ഫെയിലിയർ. It will be spreading from one computer to other and it can cause the damage to the files and it may crash the network. Polymorphic virus is there, stealth virus is there, fast infector is there, slow infector is there. Polymorphic virus എന്ന് പറയുന്നത് the code is changed to avoid the detection. ഈ വൈറസ് വേറൊരു സിസ്റ്റത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ കോഡ് ഇവരെ സ്ട്രേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യും, കാര്യം ഇതിനെ കണ്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി. സ്റ്റെൽത്ത് വൈറസ് എന്ന് പറയുന്നത് ഇറ്റ് ഹൈഡ്സ് ചേഞ്ചസ് വരുത്തിയത് ഇത് മറച്ചു വെക്കും. അപ്പൊ മറച്ചു വെച്ച സാധനമായിരിക്കും വർക്ക് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഫാസ്റ്റ് ഇൻഫെക്ടർ എന്ന് പറയുന്നത് പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്താണ് ഇത് ഇൻഫെക്ട് ചെയ്യുന്നത്. സ്ലോ ഇൻഫെക്ടർ എന്ന് പറയുന്നത് ഇൻഫെക്ട് ദ ഫയൽ ഒൺലി വെൻ ക്രിയേറ്റഡ് ഓർ മോഡിഫൈഡ്. പല രീതിയിൽ ഇത് വർക്ക് ചെയ്യാം, ഇവിടെ കാണിച്ചേക്കുന്നത്. സലാമി അറ്റാക്ക് എന്ന് പറയുന്നത് സ്മോൾ എമൗണ്ട് ഓഫ് മണി ഈസ് സ്റ്റോളൻ ഫ്രം മെനി അക്കൗണ്ട്സ്. അതിനാണ് സലാമി അറ്റാക്ക് എന്ന് പറയുന്നത്. ഇതിപ്പോൾ എന്ത് പറ്റും, നമുക്കിത് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ്. ബൾക്കായിട്ട് ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്താൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാർഡ് ടു ഡിറ്റക്ട്. ഇനിയൊക്കെ പോയിന്റ് എഴുതി വെക്കണം കേട്ടോ. മോഡിഫൈ ദ സിസ്റ്റം, തെഫ്റ്റ് ഈസ് വെരി സ്മോൾ, ഫിനാൻഷ്യൽ ഗെയിൻ ആണ് മോട്ടിവേഷൻ, ബാങ്കിനെയും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇത് അൺനോട്ടീസ്ഡ് ആയിരിക്കും, കാര്യം ചെറിയ ബാങ്ക് കാശാണ് ഇതിനകത്തുനിന്ന് നമ്മൾ
എടുക്കുന്നത്. സൈബർ ക്രൈം അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി, ഫോർജറി എന്ന് പറയുന്നത് ഓൾട്ടറേഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ദ ഡോക്യുമെന്റ് വിത്ത് ദ ഇന്റന്റ് ടു ഡിസീവ് ഓർ മിസ്റെപ്രസെന്റ്. ഫേക്ക് ഓർ ഓൾട്ടേർഡ് ഡോക്യുമെന്റ്സ് മേക്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ആക്കിക്കളയും. സ്കാനർ, പ്രിന്ററിനെയൊക്കെ അത് അഫക്ട് ചെയ്യും. ഇറ്റ് വിൽ അഫക്ട് ദ പബ്ലിക് ട്രസ്റ്റ് ഓൾസോ. ഫേക്ക് കറൻസി, ഫോർജ്ഡ് പോസ്റ്റേജ്, ടാമ്പേർഡ് മാർക്ക് ഷീറ്റ്, ഓൾട്ടേർഡ് ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ്, ഇതെല്ലാം ഇതിൻ്റെ അടിയിൽ വരും. വെബ് ജാക്കിംഗ്, ക്ലിക്ക് ജാക്കിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മൾ പേയ്മെന്റ് സർവീസ് ഒക്കെ നടത്തുന്ന സൈറ്റുകളിൽ ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒറിജിനൽ പേജിന്റെ മുകളിലായിട്ട് ഇവർ വേറൊരു പേജ് ക്രിയേറ്റ് ചെയ്തിടും. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ആമസോണിലാണ് ക്ലിക്ക് ചെയ്യുന്നത്, പക്ഷെ ആമസോണിന്റെ വേറെ ഹാക്ക് ചെയ്ത ഒരു സൈറ്റ് ആയിരിക്കും അതവിടെ കിടക്കുന്ന, ഒരു പേജ് ആയിരിക്കും അവിടെ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിങ്ക് നമ്മുടെ ഇൻഫർമേഷൻ വേറൊരു സിസ്റ്റത്തിലേക്കാണ് അത് പാസ് ചെയ്യുന്നത്. അതിനെയാണ് ക്ലിക്ക് ജാക്കിംഗ് എന്ന് പറയുന്നത്. സൈബർ ക്രൈം വേർ attacker is taking charge of a person website and the attacker will change the website content and it is done for financial gain. It begins by password sniffing. ആദ്യം പാസ്വേഡ് സ്നിഫിംഗ് വഴി ഒരാളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തിട്ട് ചേഞ്ച് ദ കണ്ടന്റ് ഓഫ് ദ വെബ്സൈറ്റ് ആൻഡ് they will take control of the other person's website and it is basically done for financial gain. Click jacking എന്ന് പറയുന്നത് they might it will trick the users to click hidden or disguised elements and users may believe that they are clicking a safe button but it is not a safe button. And അപ്പോൾ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിക്കും it is a safe button but once it is clicked the malware gets downloaded, the data will be stolen, money will be transferred to other person and unauthorized purchases. അടുത്തത് ക്ലിക്ക് ജാക്കിങ്ങിന് രണ്ട് ടൈപ്പ് ഉണ്ട്, ലൈക്ക് ജാക്കിങ്ങും കഴ്സർ ജാക്കിങ്ങും. കഴ്സർ ജാക്കിംഗ് എന്ന് പറയുന്നത് കേഴ്സറിനെ മൂവ് ചെയ്യുക, കേഴ്സർ മിസ്ലീഡ് ചെയ്യുന്ന ടു മിസ്ലീഡ് ദ യൂസർ click. It is moving the cursor to mislead the user click. Then it will force the users നമ്മുടെ കഴ്സറിന്റെ മൂവ്മെന്റ് വേറൊരാൾ കൺട്രോൾ ചെയ്യുക, അതാണ് ഹൈജാക്കിംഗ് പോലത്തെ വേറൊരു സാധനം ഇത്. ലൈക്ക് ജാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിങ് ദ യൂസേഴ്സ് ടു ലൈക്ക് ദ സോഷ്യൽ മീഡിയ പേജസ് അൺനോയിങ്, നമ്മൾ അറിയാതെ തന്നെ നമുക്ക് ഇഷ്ടപ്പെടാത്ത പേജുകൾ അവർ ലൈക്ക് ചെയ്ത് വെക്കും. ക്ലയന്റ് സൈഡിൽ നിന്ന് സെർവർ സൈഡിൽ നിന്നും ഇതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇമെയിൽ സ്പൂഫിംഗ് ആൻഡ് ഓൺലൈൻ ഫ്രോഡിന്റെ ഒരു കേസ് സ്റ്റഡിയാണിത്. അതായത് in 2023 a medium scale export firm based in Kochi, Kerala received an email appearing to be from its regular overseas buyer. The email requested an urgent change in bank account details for an upcoming payment citing audit issues. അപ്പോൾ മനസ്സിലായില്ലേ, ഓഡിറ്റ് ഇഷ്യൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. എന്നിട്ട് നമ്മളോട് പറയുവാണ് ഒരു ഇമെയിൽ ചേഞ്ച് ഇൻ ബാങ്ക് അക്കൗണ്ട് വേണ്ടിയിട്ട് ഒരു ഇമെയിൽ അയച്ചു. ട്രസ്റ്റിംഗ് ദ ഫെമിലിയർ ഇമെയിൽ അഡ്രസ് ആൻഡ് ദ ടോൺ, ആ ടോൺ എന്ന് പറഞ്ഞാൽ ആ മെയിലിന്റെ കണ്ടന്റ്. ദ കമ്പനി ട്രാൻസ്ഫർഡ് 85 lakhs ടു ദ ന്യൂ അക്കൗണ്ട്. ഓഡിറ്റ് ഇഷ്യൂസിന് വേണ്ടി ബാങ്ക് അക്കൗണ്ട് ചേഞ്ച് ചെയ്യണം, അപ്പൊ ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ കുറച്ച് കാശ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു മെയിൽ വന്നു. 85 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്തു. അപ്പോഴാണ് മനസ്സിലായി ഇമെയിൽ സ്പൂഫ് ചെയ്ത ഇമെയിൽ ആണെന്ന് മനസ്സിലായി. പക്ഷെ എന്ത് പറ്റി, ഫണ്ട്സ് എന്ത് ചെയ്തു, and it is it is diverted to so many accounts across India, mule accounts across India. By the time when this fraud was reported, എന്ത് പറ്റി, നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത അക്കൗണ്ടുകളിൽ നിന്നെല്ലാം ഇവർ കാശ് എടുത്തു മാറ്റിയത്. അപ്പൊ 85 ലക്ഷം രൂപ വെള്ളത്തിൽ പോയി. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ വരാം, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് സൈബർ ക്രൈം, ഏത് ടൈപ്പ് സൈബർ ക്രൈം ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അപ്പൊ ഇവിടെ ഇമെയിൽ സ്പൂഫിംഗ് ആൻഡ് ഓൺലൈൻ ഫ്രോഡ് എന്ന് പറഞ്ഞ സൈബർ ക്രൈം ആണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ഹൗ ഇമെയിൽ സ്പൂഫിംഗ് എനേബിൾ ദ ഫ്രോഡ് ആൻഡ് സജസ്റ്റഡ് 2 പ്രിവെന്റീവ് മെഷേഴ്സ് ദാറ്റ് കുഡ് ഹാവ് അവോയ്ഡഡ് ദ ലോസ്.
Then introduction to cyber offense. Cyber offense എന്ന് പറയുന്നത് any illegal activity including the computers. ഒഫൻസ് അഗെയിൻസ്റ്റ് അൺഓതറൈസ്ഡ് ആക്സസ് ആയിരിക്കാം, പ്രൈവറ്റ് കണ്ടന്റ് ആയിരിക്കാം, പ്രോപ്പർട്ടി ആയിരിക്കാം, ഗവൺമെന്റ് ആയിരിക്കാം. സ്ട്രാറ്റജിക് അറ്റാക്സ്, ഇത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ് സ്ട്രാറ്റജിക് അറ്റാക്ക് ആർ പ്ലാൻഡ് സൈബർ ക്രൈം ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഇൻഡിവിജ്വൽ. ഓക്കെ, cyber crime is treated like a business and common criminals operate in a global network and targets എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസോ ഓർഗനൈസേഷൻസോ ആയിരിക്കാം and attack may be well planned or systematic. എങ്ങനെയാണ് ക്രിമിനൽസ് അറ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ പാസീവ് ആയിട്ടോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യും and it can be inside or outside and the goal is to find the weakness, vulnerabilities. അതാണ് വീക്ക്നെസ്, വൾണറബിലിറ്റീസ് എന്താണെന്ന് കണ്ടുപിടിക്കാം എന്നിട്ട് അറ്റാക്ക് ചെയ്യാം. പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനാണ് പാസീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനെ തന്നെ മോഡിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുന്നതിനാണ് ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഇൻസൈഡ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഇൻസൈഡർ, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇരുന്നുകൊണ്ട് ഒരാളിനെ അറ്റാക്ക് ചെയ്യാണ്. അതായത് നമ്മുടെ ആ ഓർഗനൈസേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഇതിനെ അറ്റാക്ക് ചെയ്യുന്ന, നമ്മുടെ സിസ്റ്റത്തിനകത്ത് ഇരുന്നുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനെ, നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ ഇത് ചെയ്യുന്നത്. ഔട്ട്സൈഡ് അറ്റാക്ക് എന്ന് പറയുന്നത് വേറെ പുറത്തുനിന്ന് ഒരു റിമോട്ട് ഏരിയയിൽ നിന്നുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന്റെ ഫേസസ് എന്ന് പറയുന്നത് റീകണ്ണസൻസ്, ഇൻഫർമേഷൻ ഗ്യാതറിംഗ്, സ്കാനിങ്, അറ്റാക്ക്. റീകണ്ണസൻസ് എന്ന് പറയുന്നത് കളക്ടിങ് ഡേറ്റ അബൌട്ട് ദ ടാർഗറ്റ്, ഫുട് പ്രിന്റിംഗ്, ഓർഗനൈസേഷണൽ ഡീറ്റെയിൽസ്, സ്റ്റഡിയിങ് നെറ്റ്വർക്ക്. ഇവിടെ ഗൂഗിൾ സെർച്ച്, ഗൂഗിൾ എർത്ത്, NS ലുക്കപ്പ്, HTT ട്രാക്ക് എന്നൊക്കെ പറയുന്ന ഇത് ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ ഒരാളെ റീകണ്ടസൻസ് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുക, അതിനെ യൂസ് ചെയ്യുന്ന ടൂൾസ് എന്തൊക്കെയാണ്. പാസീവ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്നാ പറഞ്ഞത്, ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല, നോ ഡയറക്റ്റ് ഇന്ററാക്ഷൻ. പാസീവ് എന്ന് പറയുന്ന കുറച്ച് സ്ലോ ആയിട്ടുള്ള, വലിയ ഇതില്ലാത്ത, വിക്ടിം ഡസ് നോട്ട് നോ, നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള, പ്രൈവസി ബ്രീച്ച് ഒക്കെയാണ് ശരിക്കും ഇതിനകത്ത് വരുന്നത്. ഗൂഗിൾ സെർച്ചിങ് എംപ്ലോയി, സോഷ്യൽ മീഡിയ പ്രൊഫൈലിംഗ്, നെറ്റ്വർക്ക് സ്നിഫിംഗ്, കളക്ട് ദ ഇമെയിൽ ID ആൻഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസ്. ആക്റ്റീവ് അറ്റാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ പാസീവ് അറ്റാക്ക്. ആക്റ്റീവ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സിസ്റ്റമായിട്ട് ഡയറക്റ്റ് ഇന്ററാക്ഷൻ വന്ന് സിസ്റ്റത്തിന്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യും. പിന്നെ സ്കാനിങ് എന്ന് പറഞ്ഞാൽ എന്യൂമറേഷൻ ഫൈൻസ്, നെറ്റ്വർക്ക് സ്കാനിങ്, വൾണറബിലിറ്റി സ്കാനിങ്, വാലിഡ് യൂസർ അക്കൗണ്ട്സ്, ഷെയർഡ് റിസോഴ്സ് OS ആൻഡ് എക്സ്പ്ലനേഷൻ. ഫേസസ് എന്ന് പറയുക, അറ്റാക്ക് ഫേസസ് എന്ന് പറയുന്നത് ക്രാക്ക് പാസ്വേഡ്, പ്രിവിലേജസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുക, നമ്മൾ അഡ്മിൻ തന്നെ അതിനു വേണ്ടി മുതിരുക, അതാണ്. മലീഷ്യസ് പ്രോഗ്രാംസ് റൺ ചെയ്യുക, ഫയൽസ് ഹിഡ് ചെയ്ത് വെക്കുക, ലോഗ്സ് ഡിലീറ്റ് ചെയ്യുക. സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈസ് മാനിപ്പുലേറ്റിംഗ് പീപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് സിസ്റ്റം. അതായത് നമ്മളെ ഹ്യൂമൻ ട്രസ്റ്റും ബിഹേവിയറും നമ്മൾ വിശ്വസിക്കും. അതിന് ടെക്നിക്കൽ സ്കിൽസ് ഒന്നും വേണ്ട. ബട്ട് സൈബർ അറ്റാക്സ് കോമൺലി യൂസ് ദിസ് മെത്തേഡ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ നമ്മുടെ ആൾക്കാരുടെ ന്യൂനതകൾ മനസ്സിലാക്കി അല്ലെങ്കിൽ വീക്ക്നെസ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് അവരുടെ ഡേറ്റ കൈക്കലാക്കുക. അതിനൊരു സൈക്കിൾ ഉണ്ട്. ഇറ്റ് ഗ്യാദർ പേഴ്സണൽ ഇൻഫർമേഷൻ, മേ പ്ലാൻ ദ സ്ട്രാറ്റജി ആൻഡ് ഇറ്റ് വിൽ അക്വയർ ടൂൾ, ലോഞ്ച് അറ്റാക്ക് ആൻഡ് യൂസ് കളക്റ്റഡ് ഡേറ്റ കാണിച്ചിട്ടുണ്ട്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഹ്യൂമൻ ബേസ്ഡ് ആയിരിക്കാം, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിരിക്കും. സൈബർ സ്റ്റോക്കിംഗ് ഒക്കെ നമ്മൾ നേരത്തെ നോക്കി. സൈബർ കഫേസ് ആൻഡ് സൈബർ ക്രൈം എന്താന്നൊക്കെ നമ്മൾ നോക്കി. സൈബർ കഫേയിൽ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറയുന്നത് പ്രോപ്പർലി ലോഗ് ഔട്ട് ചെയ്യുക, അവിടെ പാസ്വേഡ് എന്ന് സേവ് ചെയ്യാതിരിക്കുക, ഓൺലൈൻ ബാങ്കിങ് അവിടെ നിന്ന് ചെയ്യാതിരിക്കുക, പാസ്വേഡ്സ് അവിടെ നിന്ന് ഇറങ്ങിയ ഉടനെ വേറെ എവിടെയെങ്കിലും സ്വന്തം സിസ്റ്റത്തിൽ വന്ന് പാസ്വേഡ് ചേഞ്ച് ചെയ്യുക, ബ്രൗസിംഗ് ഹിസ്റ്ററി ക്ലിയർ ചെയ്യുക, വെർച്വൽ കീബോർഡ്സ് യൂസ് ചെയ്യുക, സിസ്റ്റം അൺഅറ്റൻഡഡ് ആയിട്ട് ഒരിക്കലും ഇടാതിരിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത് ബോട്ട് നെറ്റ്, അറ്റാക്ക് വെക്ടേഴ്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. 3 കാറ്റഗറി ആയിട്ട് തിരിച്ചേക്കുവാണ്. ബോട്ട് നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിനെയാണ്, ബോട്ട്, ചാറ്റ് ബോട്ട് പോലെയുള്ള. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോളൂ. ബോട്ട് നെറ്റ് is a network of compromised computers and it is controlled by a cyber criminal and it is used to perform a large scale cyber attack. ഇങ്ങനെയാ ബോട്ട് നെറ്റ് വർക്ക് ചെയ്യുന്നത്. ഇൻഫെക്ട് ചെയ്യുന്ന
കമ്പ്യൂട്ടറിന്റെ പറയുന്ന പേരാണ് സോംബി. കൺട്രോൾ ചെയ്യുന്ന ആളുടെ പേര് പറയുന്നതാണ് ബോതേർഡ് ഓർ ബോട്ട് മാസ്റ്റർ. ഇയാള് അറ്റാക്കറിൽ നിന്ന് ഇന്റർനെറ്റ് വഴി ഈ ബോട്ട് റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ ബോട്ട് കിടന്ന് പണിഞ്ഞോളും. നോർമലി വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ഹിഡൻ മലീഷ്യസ് ആക്ടിവിറ്റീസ് പക്ഷെ റൺ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇറ്റ് മേ കണ്ടെയ്ൻ കണക്റ്റഡ് ടു ഹൺഡ്രഡ്സ് ഓഫ് മില്യൺസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പാം ഇമെയിൽ സെൻഡ് ചെയ്യാൻ, വൈറസ് സെൻഡ് ചെയ്യാൻ, DOS ലോഞ്ച് ചെയ്യാൻ, ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യാൻ, ക്രിപ്റ്റോ കറൻസി മൈനിങ്ങിനൊക്കെ നമുക്ക് ബോട്ട്നെറ്റ് യൂസ് ചെയ്യാം. ബോട്ട്നെറ്റ് ഇൻഫെക്ഷൻ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? യൂസ് അപ്ഡേറ്റഡ് ആന്റിവൈറസ്. ഇൻഫെക്ട് ചെയ്ത സിസ്റ്റം ഡിസ്കണക്ട് ചെയ്യുക, സ്കാൻ ചെയ്യുക, ഇൻഫോം ISP ആൻഡ് അതോറിറ്റീസ് ആൻഡ് ചേഞ്ച് ദ പാസ്വേഡ്. അറ്റാക്ക് വെക്ടർ എന്ന് പറയുന്നത് ഇയാൾ യൂസ് ചെയ്യുന്ന മെത്തേഡിനെ അല്ലെങ്കിൽ പാത്തിനെ പറയുന്ന പേരാണ് അറ്റാക്ക് വെക്ടർ. ഇറ്റ് ഈസ് ദ എൻട്രി പോയിന്റ് ഓഫ് ദി അറ്റാക്ക്. സോഷ്യൽ മീഡിയ വഴി, സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴി, മാൽവെയർ വഴി, വെബ് ബേസ്ഡ് വഴി, നെറ്റ്വർക്ക് ബേസ്ഡ് വഴി, ഫിസിക്കൽ അറ്റാക്ക് വഴി, പാസ്വേഡ് അറ്റാക്ക് വഴി നമ്മൾ ഇത് കണ്ടുപിടിക്കും. എന്ത് കണ്ടുപിടിക്കും? നമ്മുടെ എൻട്രി പോയിന്റ് ടു ആൻ അറ്റാക്ക് കണ്ടുപിടിക്കും. നെറ്റ്വർക്കിനെയൊക്കെ അത് ബാധിക്കും, അത് കൺട്രോൾ ചെയ്ത് അത് ചീത്താക്കും. കോമൺ അറ്റാക്ക് വെക്ടേഴ്സ് എന്ന് പറയുന്നത് മേജർ അറ്റാക്സ് ഇൻക്ലൂഡ് ഇതൊക്കെയാണ്. ഇന്ന് വായിച്ചു നോക്കുക കേട്ടോ. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, വാട്ട് ഈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്? ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് സ്റ്റോറിംഗ് or managing the data and processing the data, and remote servers on the internet, and use of local computers or servers in pagaram they may use some remote servers. Local computers, local server nu pagaram they may use some remote servers on the internet. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ the data and the software is actually on the internet, not on your PC, അല്ലേ? അതെ മാം. അതായത് നമ്മള് നമ്മുടെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു ലൊക്കേഷനിലായിരിക്കും ആ സെർവർ ഇരിക്കുക. നമുക്ക് ആവശ്യാനുസരണം പേയ്മെന്റ് കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ട് നമ്മുടെ റിക്വയർമെന്റ് ഇപ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രോസസ്സിങ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അത് വാങ്ങണം, എന്നിട്ട് ചെയ്യുക. അതായത് നോർമൽ നമ്മുടെ കമ്പ്യൂട്ടർ വാങ്ങണോട്ട് കമ്പ്യൂട്ടറിൽ മീൻസ് നമുക്കിപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അതുപോലെ പൈസ പേയ്മെന്റ് ചെയ്ത് വാങ്ങാം. എന്നിട്ട് അതിൽ OS ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള OS വെച്ച് എത്ര റാം വേണം, എത്ര CPU കോർ വേണം, അതുപോലെ തന്നെ പെർഫോമൻസ് എത്ര, അതായത് സ്പീഡ് എത്ര ഉള്ള വേണമെന്നൊക്കെ നോക്കിയിട്ട് വാങ്ങിയിട്ട് നമുക്ക് നോർമലായിട്ട് നമുക്ക് ആവശ്യമുള്ള, അത് ചിലപ്പോൾ മണിക്കൂർ അനുസരിച്ചായിരിക്കും പേയ്മെന്റ് വരുന്നത്. മെയിൻലി അങ്ങനെയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം പറഞ്ഞാൽ എന്തായിരുന്നു? എനിക്ക് മനസ്സിലായില്ല. അതായത് അതില് നമുക്ക് അത് വാങ്ങാൻ പറ്റും. നമുക്കൊരു വെർച്വൽ മെഷീനാണ് അത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ പോലെ വേറൊരു കമ്പ്യൂട്ടർ. ഓ അത് ശരി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അനുസരണം അതില് പേയ്മെന്റ് കൊടുത്ത് വാങ്ങാം, പേയ്മെന്റ് അനുസരിച്ച്. അപ്പോൾ ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന മെഷീൻ വളരെ പവർഫുൾ അല്ലെങ്കിൽ ഇപ്പൊ AI ഒക്കെ ചെയ്യണമെങ്കിൽ AIയുടെ നമ്മള് പ്രോസസ്സിംഗ് വേണ്ട കാര്യമാണ്. അതെ അതെ അതെ, നമ്മള് കൊലാബ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ. ഗൂഗിൾ കൊലാബ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇല്ലേ? എന്താണ് ഗൂഗിൾ, നമ്മള് കാഗിൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിന് റാമിന് സ്പീഡില്ല. അപ്പൊ നമുക്ക് ഇത് വേണം, GPU വേണം നമുക്ക് വർക്ക് ചെയ്യാൻ. അപ്പൊ നമ്മള് ഈ ഗൂഗിൾ കൊലാബ് എന്നും പറഞ്ഞിട്ടൊരു സൈറ്റ്, ഇതൊരു റിസോർട്ട് ഇതുപോലത്തെ ഒരു സാധനമുണ്ട്. അവിടെ നമ്മുടെ സോഫ്റ്റ്വെയർ നമുക്ക് കൊണ്ടിട്ട് റൺ ചെയ്യാം. അതുപോലത്തെ വേറൊരു പ്രൊസീജിയർ ആയിരിക്കും. അപ്പൊ അതായിരിക്കും അതിന്റെ വേറൊരു ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞേ. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമോട്ട് സർവേസ് ആണ്. ഒരു റിമോട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യണം. ഒരു കമ്പ്യൂട്ടർ തന്നെയാണ് അത്. കമ്പ്യൂട്ടർ, നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ആ ഒരു ഏരിയ ആക്സസ് ചെയ്ത് നമ്മൾ റൺ ചെയ്യും, അല്ലേ? ഇന്റർനെറ്റ്
അതായത് ആ സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടറിലായിരിക്കില്ല, അത് ചിലപ്പോൾ വല്ല കടലിന്റെ അടിയിലൊക്കെ ആയിരിക്കും അവര് സെർവർ വെച്ചേക്കണത്. AWS Mainly Amazon അങ്ങനെയാണ്. AWS ആയിരിക്കും. ആ ആ ആ Amazon അതിപ്പോ നമുക്ക് പ്രൊവൈഡ് ചെയ്യണ Microsoftന്റെ Azure ശരത്തെ ശരത്തെ പറയണേ, ഒന്നുകൂടെ ക്ലിയർ ആക്കി പറയാമോ? ആമസോൺ പ്രൊവൈഡ് ചെയ്യുന്ന ആമസോണിന്റെ സെക്ടറുകളാണ് AWS, ആമസോൺ വെബ് സർവീസ്. അത് ഇതോടൊരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആണ്. നമുക്കൊരു കമ്പനിയൊക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് വലിയ സ്പെക്ക് ഡെവലപ്മെന്റ് ടീമൊക്കെ ആണെങ്കിൽ അത്രയും എന്താ സ്പെക്ക് ഉള്ള സാധനം പർച്ചേസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആമസോണിൽ നിന്നോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ അഷറിന്റെ ക്ലൗഡ് സർവീസ് ഉണ്ട്. അപ്പോൾ അത് ഏതെങ്കിലും സ്വിറ്റ്സർലാൻഡ് അങ്ങനെ ഏതെങ്കിലും സെക്യൂർ ആയിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് അത് പർച്ചേസ് ചെയ്ത് ഇന്റർനെറ്റ് ത്രൂ നമുക്ക് അവിടുത്തെ നമുക്ക് വേണ്ട എത്ര പവറുള്ള കമ്പ്യൂട്ടറാണ് വേണ്ട അതിനുള്ള GPയും റാമും ഒക്കെ അവരതിനകത്ത് അറേഞ്ച് ചെയ്ത് തരും. നമുക്കത് ഇവിടുന്ന് അപ്പൊ ഒരു ഒരു നമ്മുടെ സമയത്ത് എത്ര പേര് അത് ആക്സസ് ചെയ്യും സൈമൾട്ടേനിയസ്ലി? അത് നമുക്ക് വേണ്ട രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്ത് തരുന്നത്. ഓ ഓ ഇംഗ്ലീഷസും ഉണ്ട്, അത് അല്ലാതെ ഉണ്ട്. നമുക്ക് രണ്ട് പ്രൊവൈഡേഴ്സ് ആണ് ഉള്ളത്. അതിലൊന്നാണ് രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിലും മെയിനായിട്ട് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് ആമസോൺ വെബ് സർവീസും പിന്നുള്ളത് മൈക്രോസോഫ്റ്റിന്റെ അഷറും ആണ്. കേട്ടിട്ടുണ്ട്. ഓക്കെ 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 മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട്. അതാ ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ. പേ ആസ് യു യൂസ്, സ്കെയിൽ അപ്പ് ഓർ ഡൗൺ, ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ എ സർവീസ് പ്രൊവൈഡർ. ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ എ സർവീസ് പ്രൊവൈഡർ. നമ്മുടെ AWSഉം അസ്യൂറൊക്കെ ഇതിനകത്ത് വരുമായിരിക്കും. ആക്സസ് ഫ്രം എനിവെയർ ആൻഡ് ഇറ്റ് റിക്വയർസ് ഓൺലി എ ഇന്റർനെറ്റ് കണക്ഷൻ. പബ്ലിക് ക്ലൗഡ് ഉണ്ടാവാം, പ്രൈവറ്റ് ക്ലൗഡ് ഉണ്ടാവാം, വെർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് ഉണ്ടാവാം. ഇതാണ് IaaS അല്ലേ? ഇൻഫ്രാസ്ട്രക്ചർ ഈസ് പ്രൊവൈഡഡ് ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ഈസ് പ്രൊവൈഡഡ് ആസ് എ സർവീസ്, സോഫ്റ്റ്വെയർ ഈസ് പ്രൊവൈഡഡ് ആസ് എ സർവീസ് അല്ലേ? അതല്ലേ ഇത് മൂന്നും ഉദ്ദേശിക്കുന്ന? വെർച്വൽ സെർവേഴ്സ്, ഡെവലപ്മെന്റ് ടൂൾസ്, റെഡി ടു യൂസ് ആപ്ലിക്കേഷൻസ്. ആദ്യത്തെ എക്സാമ്പിൾ AWS തന്നിട്ടുണ്ട്. രണ്ടാമത്തതാണ് പ്ലാറ്റ്ഫോം, ഗൂഗിൾ ആപ്പ് എൻജിൻ. മൂന്നാമത്തത് Gmail, ട്വിറ്റർ, നെറ്റ്ഫ്ലിക്സ്, അതൊക്കെ സോഫ്റ്റ്വെയറിന്റെ സർവീസസ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ആക്സസ് ദ ഡേറ്റ, നോ നീഡ് ഫോർ ഹൈ എൻഡ് ഹാർഡ്വെയർ, റെഡ്യൂസ്ഡ് സോഫ്റ്റ്വെയർ, നോ ഫിസിക്കൽ സെർവർ മെയിൻ്റനൻസ്. ഇൻഫ്രാസ്ട്രക്ചറിന്റെ അപ്പൊ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് പോലെയൊക്കെ വരുമോ? സെർവർ നമ്മൾ എടുക്കുന്ന കാര്യങ്ങൾ അത് അവരെ ടീം ഉണ്ടാവും, അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കത് അവര് അതിന് സപ്പോർട്ട് തരും. അവരായിരിക്കും നമുക്ക് ഇപ്പൊ നമ്മളൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പർച്ചേസ് ചെയ്ത് ഇതാണ് ഉദ്ദേശിക്കുന്നത്. സേവ് IT ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സപ്പോർട്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ഒരു IT ഇൻഫ്രയുടെ ആവശ്യം വരില്ല. ഇവര് ചെയ്തു, അതാ ഞാൻ ചോദിച്ചത്. thereby it will save our IT infrastructure. ഇവിടുത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇന്റർനെറ്റ് ആക്സസ് ആയിരിക്കും. അപ്പൊ സെക്യൂരിറ്റി അമ്മാതിരി പ്രൊവൈഡ് ചെയ്യണം ഇതിനകത്തൊക്കെ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്. സർവീസ് പ്രൊവൈഡേഴ്സ് ആമസോൺ, ടെറ, ഫോഴ്സ്.com, മൈക്രോസോഫ്റ്റ് ലൈവ് മെഷ് ആണ് റിയൽ ലൈഫ് എക്സാമ്പിൾസ്. സോഷ്യൽ മീഡിയ സ്റ്റോറേജ്, നെറ്റ്ഫ്ലിക്സ്, സ്പോട്ടിഫൈ ഒക്കെ, വാട്സാപ്പ്, സ്കൈപ്പ്, അലക്സ, സിരി, ഗൂഗിൾ അസിസ്റ്റന്റ്, സെയിൽസ് ഫോഴ്സ്, ഹബ്സ്പോട്ട്. ഡ്രോപ്പ് ബോക്സ് എന്താ പിള്ളേരെ? ഡ്രോപ്പ് ബോക്സ് എന്താ? ഡ്രോപ്പ് ബോക്സ് കേട്ടിട്ടുണ്ട്. നമ്മുടെ എന്തെങ്കിലും ഫയൽസ് ഒക്കെ അല്ലടാ, ഫയൽസ് ഒക്കെ വെക്കണ സ്ഥലമല്ലേ? ഗൂഗിൾ ഡ്രൈവ് പോലെ. ഡ്രൈവ് പോലെ. ഡ്രോപ്പ് ബോക്സ് അല്ലേ? ഓ, ആ മറ്റേ ഇല്ല സിമ്പൽ ഉള്ള സാധനം. എന്റെ കൊച്ചെന്നെ ഇവിടെ നിന്ന് കളിയാക്കും കേട്ടോ. ബിസിനസ് ടൂൾസ്, സെയിൽസ് ഫോഴ്സ്, ഹബ്സ്പോട്ട്. ഇവർക്ക് അറിയുന്ന കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരണ്ടേ?
സൈബർ ക്രൈം ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ഇതുപോലുള്ള നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെക്കാം കേട്ടോ. ഇതൊക്കെ നമ്മുടെ അഡ്വാൻറ്റേജ്. കാര്യം ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ കൊണ്ടും പറയിപ്പിക്കുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരണം. പരീക്ഷ എഴുതുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ, നമുക്കറിയുന്ന കാര്യങ്ങൾ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവന്ന് എഴുതി അത് പിടിപ്പിക്കണം. അതാണ് നമ്മുടെ എയിം. Okay, cyber crime and cloud computing. The prime risk in cloud is the protection of user and organizational data. Cloud environment reduces personal physical control over the information. Data handled outside the organization faces internet level threat. അതാ ഇപ്പം നമ്മളിപ്പോൾ ചോദിച്ചതാണ് ഈ ഡേറ്റ പ്രൊട്ടക്ഷൻ. The cloud environment reduces the personal physical control over information, but here there are some internet level threats are there, and the prime risk in the cloud is to protect the user data as well as the organizational data. ഇതിന്റെ മേജർ റിസ്ക് എന്ന് പറയുന്നത്, the cloud bypasses the logical or physical control. അപ്പോൾ ഇവിടെ അൺഓതറൈസ്ഡ് ആക്സസിനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലേ? കാര്യം പുറത്തുനിന്നുള്ള ആൾക്കാർ ഇതിനകത്തേക്ക് ആക്സസ് ചെയ്യാനുള്ള ചാൻസ് ആർ ഹൈ. ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസ് ഇഷ്യൂസ്, പ്രൊവൈഡേഴ്സ് മേ അവോയ്ഡ് security audit and it may lead to non-compliance. Unknown data location, then data segregation, data recovery and continuity, security. ഇതൊക്കെ വായിച്ചിട്ട് ഏകദേശം മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ എൻ്റെ കൂടെ വായിക്കുമല്ലേ ഈ സ്ലൈഡ്? എൻ്റെ ഒപ്പം വായിച്ചു പോരണം കേട്ടോ. ടേക്ക് അവേ എന്ന് പറയുന്നത്, ഇതിനകത്ത് ഇവർ പറയുന്നത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് നീഡ് സ്ട്രോങ് എൻക്രിപ്ഷൻ, ഓഡിറ്റിംഗ് ആൻഡ് ക്ലിയർ പോളിസീസ്. ഇതിന്റെ ഓഡിറ്റിംഗ് എങ്ങനെയാണ് നടത്തുന്നതെന്ന് അറിയോ? ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിന്റെ അത് ക്ലിയർ ആയിട്ട് അറിയില്ല മാം. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ സെക്യൂരിറ്റി ഓഡിറ്റിംഗ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും വൾനറബിലിറ്റി ചെക്സ് ഉണ്ടാവും. നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ഏതൊരു കമ്പനിയിലാണെങ്കിലും വൾനറബിലിറ്റി ചെക്ക് അവര് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. എവിടെയെങ്കിലും ലൂപ്പ് ഹോൾസ് ഉണ്ടോ, ഏതെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അല്ലേ? നമുക്ക് ഈ വൾനറബിലിറ്റി ചെക്കാണ് ഇവര് ഉദ്ദേശിക്കുന്നത് മെയിൻ ആയിട്ടും അല്ലേ? അതാണല്ലോ ഇവിടുത്തെ ഒരു പ്രശ്നം. ഓക്കെ ഫൈൻ. അടുത്തത് ബോട്ട് നെറ്റ്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ ചാറ്റ് ബോട്ട് പോലെ ഇറ്റ് മേ the network of infected computers and it is controlled by bot master. ഇപ്പൊ നമ്മൾ ആ ചാറ്റ് ബോട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലാർജ് സ്കെയിൽ അറ്റാക്ക്. ഈ ഇതിനകത്തുള്ള എൻട്രി പോയിന്റിന് പറയുന്ന പേരാണ് അറ്റാക്ക് വെക്ടർ. അത് ഇമെയിൽ ആയിരിക്കാം. ചിലപ്പോൾ ഒരു ഇമെയിൽ നമ്മൾ ഓർഗനൈസേഷനിലോട്ട് സെൻഡ് ചെയ്യുന്ന ആ ഇമെയിൽ നമ്മൾ ഒരുപാട് ചെക്ക് ചെയ്തിട്ട് വേണം. ഇറ്റ് ക്യാൻ ബി ആൻ അറ്റാക്ക് വെക്ടർ. ഇതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, പിന്നെ NACH ക്ലൗഡ് ഡേറ്റ കേസ് സ്റ്റഡി. നിങ്ങളുടെ ചിലപ്പോൾ ഇത്രയും കേസ് സ്റ്റഡി ഇതിനകത്ത് കാണിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഈ കേസ് സ്റ്റഡികൾ എന്തെങ്കിലും റിലേറ്റ് ചെയ്തൊക്കെ ചിലപ്പോൾ പറയുമായിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇപ്പൊ നേരത്തെ നോക്കിയില്ലേ, ഏത് ടൈപ്പ് ഓഫ് സൈബർ ക്രൈം ആണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അത് എങ്ങനെയാണ്, എന്ത് മെത്തേഡാണ് നിങ്ങൾ അതിനെ സേവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അതിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരുന്നത്. അപ്പൊ നേരത്തെ ചോദിച്ചില്ലായിരുന്നു ഒരു സൈബർ ക്രൈം എഗെയിൻസ്റ്റ് ദ പ്രോപ്പർട്ടി ആയിരുന്നു. അത് എന്തൊക്കെയാണ് മെത്തേഡ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു NACH ക്ലൗഡ് ഡേറ്റ ബ്രീച്ച് നടന്ന ഒരെണ്ണം പറയുന്നുണ്ട്. Sensitive bank transfer record from 38 Indian financial institutions were exposed due to the misconfigured cloud storage bucket.
അതിൻ്റെ ഇത് കാരണം കുറച്ച് ബാങ്ക് റെക്കോർഡ് സെൻസിറ്റീവ് bank records were exposed. This breach occurred because a cloud storage service was left improperly configured, allowing anyone with this link can access the payment and transfer data which is stored in the cloud. കണ്ടില്ലേ, ഇതൊക്കെയാണ് അതിൻ്റെ ബ്രീച്ച് എന്ന് പറയുന്നത്. The exposed information included bank transfer detail and related financial transaction metadata, which can raise the serious concern about the cloud security practices in India's financial sector. Why this matters is data was stored in a cloud environment with the incorrect security setting, making it publicly accessible. ഇതിൻ്റെ ബ്രീച്ച് ആണ് ക്ലൗഡ് സെക്യൂരിറ്റി മിസ്കോൺഫിഗറേഷൻ അറ്റാക്ക്. ഇതൊക്കെ കോമൺ ക്ലൗഡ് അറ്റാക്ക് വെക്ടർ ആണ്. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചോദിക്കും. നമ്മൾ ക്ലൗഡ് അറ്റാക്ക് വെക്ടർ നമ്മൾ പഠിച്ചില്ല. അറ്റാക്ക് വെക്ടർ എന്ന് വെച്ചാൽ ഈ അറ്റാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം ഒരു ഇമെയിൽ വഴി ആയിരിക്കാം, ഒരു മെസ്സേജ് വഴി ആയിരിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു കോമൺ അറ്റാക്ക് വെക്ടർ ആയിട്ട് കിടന്നു. ആ ലിങ്ക് വഴി ആർക്ക് ആക്സസ് കൊടുത്തിരുന്നു, എല്ലാവർക്കും വേണമെങ്കിൽ അതിനകത്ത് കയറാം. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇതിപ്പോൾ ഈ അടുത്ത് നടന്നതല്ലേ ക്ലൗഡ് ഡേറ്റ ബ്രീച്ച്. നിങ്ങൾ ആരെങ്കിലും അതിനെപ്പറ്റി അറിഞ്ഞിരുന്നോ, കേട്ടിരുന്നോ? അതൊക്കെ ഒന്ന് നെറ്റിൽ വെറുതെ സെർച്ച് ചെയ്ത് കൊടുത്തു നോക്കുക കേട്ടോ. ചിലപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുമായിരിക്കും. Punishment under the Indian law. In India, cybercrime involving the cloud data breaches fall under the Information Technology Act. And Section 43, Section 66, ഇതൊക്കെയാണ് punishment. Investigation by CERT in and law enforcement. CERT in and law enforcement. FIR registered by cybercrime. Companies held liable, penalties or damages are ordered by court. ഇപ്പൊ നമ്മൾ എവിഡൻസ് ഒക്കെ കൊണ്ടുവന്ന് കാണിച്ചാലും ബേസിക്കലി ഇത് പ്രൊഡ്യൂസ് ചെയ്ത ആൾ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറിന്റെ ആൾക്കാർക്കാണ് അതിന്റെ ഫൈൻ അടയ്ക്കേണ്ടതൊക്കെ വരുന്നത്. This set a strong legal precedent that cloud the security failure causing data breaches are prosecutable. ഇത് ആരടയ്ക്കണ ഓർഗനൈസേഷൻ മൊത്തത്തിൽ ചിലപ്പം അടയ്ക്കേണ്ടി വരും. they may face criminal liability and fine അടയ്ക്കേണ്ടി വരും. Security challenges faced by mobile devices. എന്താണ്? Mobility increases the cyber risk by moving information outside the physical control. നമ്മൾ എന്തെങ്കിലും യൂസേഴ്സിന് എല്ലാ കോർപ്പറേറ്റ് നെറ്റ്വർക്ക്, കോളേജ് നെറ്റ്വർക്കിലേക്കൊക്കെ ഉള്ള റിമോട്ട് ആക്സസ് ഗ്രാൻഡ് ചെയ്തു. there are so many. എന്താണ് ഇതിലേക്ക് വരാനുള്ള കാരണം? നമ്മുടെ ഇന്റർനെറ്റിന്റെ സാധ്യതകൾ മൊബൈലിലേക്ക് നമ്മൾ കൊണ്ടുവന്നു എല്ലാം. ഗ്രോയിങ് നമ്പർ ഓഫ് സ്മാർട്ട് ഫോൺസ്. there are so many entry points for the attackers. മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും challenges are faced. OS അറ്റാക്ക് ചെയ്യാം, ആപ്പ് അറ്റാക്ക് ചെയ്യപ്പെടാം, നെറ്റ്വർക്ക് അറ്റാക്ക് ചെയ്യപ്പെടാം, മാൽവെയർ അറ്റാക്ക് ചെയ്യപ്പെടാം. OS എന്ന് പറഞ്ഞാൽ നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻ ദ ഫോൺ, iOS അല്ലെങ്കിൽ ആൻഡ്രോയിഡ്. ആപ്പ്, പുവർലി കോഡഡ് ആപ്പ് എന്തെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് മേ ലീക്ക് ദ ഡേറ്റ ഫ്രം യുവർ ഫോൺ. ആൻഡ് നമ്മുടെ ഡിവൈസസ് നെറ്റ്വർക്കിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന ബ്ലൂടൂത്ത് വഴി, വൈഫൈ വഴിയൊക്കെ മൊബൈൽസ് അറ്റാക്ക് ചെയ്യപ്പെടാം. ആൻഡ് rapid rise in mobile virus and Trojan. Mobility is a two-core problem. Data is carried outside the control environment. Remote login to this protected system becomes easy. There are laws of exclusivity of information, and phone sharing can increase the danger. Do not share the phone which is used for banking or അക്കാഡമിക്സ്. നമ്മൾ ഈ അക്കാഡമിക് കാര്യങ്ങൾക്കും ബാങ്കിങ്ങിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോൺ ബേസിക്കലി ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക. പിന്നെ നമ്മുടെ പാസ്വേഡുകൾ, നമ്മൾ ഓരോന്നിനത്തേക്ക് ഇടുന്ന പാസ്വേഡുകൾ ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക. അൺഓതറൈസ്ഡ് ആക്സസ് പ്രൊവൈഡ് ചെയ്യുക. സെക്യൂരിറ്റി പാച്ചസ്. അൺപാച്ച്ഡ് ഫോൺസ് റിമെയിൻ
ഇതിനകത്തൊക്കെ ഈ സെറ്റിങ്സിനകത്തൊക്കെ പോയി കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് മാറ്റുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്ഡേറ്റ്സ് ആർ ഓൾവേസ് ക്രിട്ടിക്കൽ ഫോർ പ്രൊട്ടക്ഷൻ. മൊബൈൽ ആപ്ലിക്കേഷൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ആപ്സ് ഡെവലപ്ഡ് വിത്ത് പുവർ കോഡിംഗ് പ്രാക്ടീസസ്. അങ്ങനെയുള്ള ആപ്പുകൾ കാരണവും നമുക്ക് മൊബൈൽ അറ്റാക്ക് ചെയ്യപ്പെടാം. ദർ ഇസ് അൺഓതറൈസ്ഡ് പെർമിഷൻ ടു കോണ്ടാക്ട് ക്യാമറ സ്റ്റോറേജ്. നമ്മുടെ ഫോണിലുള്ള കോണ്ടാക്റ്റിലേക്കും ക്യാമറയിലേക്കും സ്റ്റോറേജിലേക്കും ഒക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ ഫോൺ കയ്യിൽ കൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടക്കുവാണ് എല്ലാം. നമ്മളെല്ലാത്തിനും ആക്സസ് കൊടുക്കുവാലോ, പ്രിസൈസ് ലൊക്കേഷൻ ആണല്ലോ നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ തന്നെ എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. So many virus can attack your phone at any time. And fake or trojanized apps, insecure apps, data theft and credential compromise. Man in the middle attack. എന്താണ് man in the middle എന്ന് പറഞ്ഞാൽ സെൻഡറിന്റെ റിസീവറിന്റെ ഇടയിൽ ഇരുന്ന് ഒരാൾ ആ പോകുന്ന ഇൻഫർമേഷനെ ഹാക്ക് ചെയ്ത് അയാൾ അതിനകത്തുനിന്നുള്ള വേണ്ടുന്ന ഇൻഫർമേഷൻസ് റീഡ് ചെയ്തെടുത്തിട്ട് അത് വേറൊരാൾക്ക് സെൻഡ് ചെയ്യാം. ഒന്നിൽ ചിലപ്പോൾ ചിലർ ഇങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കത്തേ ഉണ്ടായിരിക്കത്തുള്ളൂ ഈ പോകുന്ന ഡേറ്റ. ചിലർ അത് വായിച്ചു നോക്കി അതിനകത്തുനിന്ന് കണ്ടന്റ് എടുത്ത് മോഡിഫൈ ചെയ്ത് തിരിച്ച് അതിനകത്തേക്ക് ഇടാം. അങ്ങനെ പലതരത്തിലുള്ള അറ്റാക്കേഴ്സ് ഉണ്ട്. Then malware growth in mobiles. Continuous rise in phone specific malware. Then they focus on deleting the files from your phone or creating chaos in your phone, or they may steal your photos. ഫോൺസിനും സ്ട്രോങ് ഫയൽ എൻക്രിപ്ഷൻ ഈസ് റിക്വയർഡ്. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ പേഴ്സണൽ ഫയൽസ്, ബാങ്ക് പാസ്വേഡ്സ് ഒക്കെ എക്സ്പോസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. സോ യു നീഡ് ടു എൻക്രിപ്റ്റ് യുവർ ഡേറ്റ. സോ ഇറ്റ് ക്യാൻ മേക്ക് ദ സ്റ്റോളൻ ഡേറ്റ യൂസ്ലെസ്. മൊബൈൽ ബ്രൗസിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ യൂസേഴ്സ് കനോട്ട് വ്യൂ ദ ഫുൾ URL ഓൺ ദ സ്മോൾ സ്ക്രീൻ ആൻഡ് ഫേക്ക് ലിങ്ക്സ് മേ അപ്പിയർ ജെനുവിൻ. നമ്മുടെ ഫോണിന്റെ സൈസിനനുസരിച്ച് ചിലപ്പോൾ ലിങ്കുകൾ ഫേക്ക് ആയിരുന്നാലും നമുക്ക് അതിന്റെ ഫുൾ ലിങ്ക് കാണാതെ നമ്മൾ ആദ്യത്തെ കുറച്ച് ഭാഗം മാത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ ഡേറ്റയാണ്, നമുക്ക് വേണ്ടുന്ന ലിങ്ക് ആണെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് ക്ലിക്ക് ചെയ്യും. പക്ഷെ അത് പോകുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ആ ലിങ്കിന്റെ ബാക്കിൽ കിടക്കുന്ന ഇനി അറ്റത്തോട്ട് കിടക്കുന്ന ഇൻഫർമേഷൻ ഫേക്ക് സൈറ്റിലേക്ക് പോകുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഓട്ടോ സേവ്ഡ് പാസ്വേഡ്സ് ബ്രൗസറിൽ നമ്മൾ എപ്പോഴും സേവ് ചെയ്തിടും. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. Then coding errors, poor implementation of encrypted channel, improper password, wrong permission design, internet connectivity left open. മൈക്രോ ചലഞ്ചസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇറ്റ് ഇസ് സ്മോൾ സ്ക്രീൻ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ലിമിറ്റഡ് മൾട്ടി യൂസർ സപ്പോർട്ട് ഈസ് ദർ, എക്സസ് പെർമിഷൻ, റിമൂവബിൾ മീഡിയ ഇൻഫെക്ഷൻ. മാക്രോ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ BYOD പോളിസീസ്, റെഗുലേറ്ററി കംപ്ലൈൻസ്, ഡിസാസ്റ്റർ റിക്കവറി, ലോങ് ടേം വയബിലിറ്റി, ഇതൊക്കെ മാക്രോ ചാലഞ്ചസിന്റെ അടിയിൽ വരുന്നതാണ്. അപ്പൊ എന്താണ് ഓർഗനൈസേഷണൽ മെഷേഴ്സ് എടുക്കുന്നത്? നമ്മുടെ ഫോണിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ഓർഗനൈസേഷണൽ മെഷേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്? മൊബൈൽ സെക്യൂരിറ്റി, മാൻഡേറ്ററി പാച്ചസ്, ഫയർവാൾ, അവയർനെസ് ട്രെയിനിങ് ഒക്കെ നമ്മൾ ഓർഗനൈസേഷണൽ മെഷേഴ്സിന് വേണ്ടി എടുക്കും. ആണ് സെക്യൂരിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ഫോൺ ഷെയർ ചെയ്യാതിരിക്കുക, പബ്ലിക് വൈഫൈ ഉപയോഗിക്കാതിരിക്കുക, ഒഫീഷ്യൽ സ്റ്റോഴ്സിൽ നിന്ന് മാത്രം ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുക, ഓട്ടോ അപ്ഡേറ്റ് എനേബിൾ ചെയ്തിടുക, പാസ്വേഡ് സേവ് ചെയ്തിരിക്കുന്നത് ക്ലിയർ ചെയ്ത് കളയുക, സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം മോണിറ്റർ ചെയ്യുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. What are the organizational measures for handling mobile phones? Mobile phones are now part of academic IT system. Goal is to protect the data, network access and confidential files. എന്തുകൊണ്ടാണ് മൊബൈലിന് സെക്യൂരിറ്റി വേണമെന്ന് പറയുന്നത്? നമ്മുടെ GPay പോലുള്ള ആപ്പ് വഴി നമ്മുടെ ബാങ്കിലേക്കുള്ളൊരു താക്കോല് നമ്മുടെ ഫോണിൽ ഇരിപ്പുണ്ട്. നമ്മുടെ ഐഡന്റിറ്റി ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഡേറ്റ എല്ലാം കൂടെ നമ്മൾ നമ്മുടെ ഫോണിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രൊട്ടക്ട് ചെയ്യുന്നതിലും പാടാണ്, അത്യാവശ്യമാണ് നമ്മുടെ ഫോൺ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം ഫോണിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ലിമിറ്റഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് കമ്പയർഡ് ടു PC. സ്ക്രീൻ ഈസ് വെരി സ്മോൾ, അതുകൊണ്ട് തന്നെ URL ഒന്നും നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ആപ്സിന് എക്സ്ട്രാ പെർമിഷൻ ഈസ് ദെയർ. ആൻഡ് പിന്നെ നമ്മുടെ ഫോൺ കളഞ്ഞു പോയാൽ നമ്മുടെ ഡേറ്റയൊക്കെ പോകും. ആൻഡ് ദ സെക്യൂരിറ്റി ഡിപ്പെൻഡ്സ് ലാർജ്ലി ഓൺ യൂസർ മേക്കിംഗ് ദ മൈൻഡ്ഫുൾ ചോയ്സ്. നമുക്ക് അറിയേണ്ടത് ഹൗ ടു ഡിനൈ ദ അൺഓതറൈസ്ഡ് ആക്സസ്. നെക്സ്റ്റ് ക്ലാസ് ഉണ്ട് 8 മണിക്ക്. വന്നോ ലിങ്ക്?
ആ ലിങ്ക് ഞാനേ ഇതൊന്ന് ജസ്റ്റ് വന്നോ ലിങ്ക് വന്നോ? ആ ലിങ്ക് നേരത്തെ ഇട്ടായിരുന്നു. ആ ഓക്കെ ഓക്കെ ഓക്കെ.